ജീവിതം ഒരു ഭാരമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ ഭാരമൊക്കെ എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ തോന്നിയിട്ടുണ്ടോ? ജീവിതത്തിൽ നമ്മളൊക്കെ ഒറ്റയ്ക്കാണെന്നും നമ്മളെന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നുമൊക്കെ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? എല്ലാം വിട്ടെറിഞ്ഞ് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം അതിൻ്റെ പരിപൂർണതയിൽ പറഞ്ഞു വെക്കുന്ന ഒരു സീരീസാണ് ഡെത്ത്സ് ഗെയിം. ഡെത്ത്സ് ഗെയിം എന്ന കൊറിയൻ ഡ്രാമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ്. സോ there's gonna be spoilers. ലൈഫിൽ എന്തൊക്കെ നഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ആരൊക്കെ നമ്മൾ ഇട്ടിട്ട് പോയാലും തിരികെ ചെല്ലാനൊരു വീടും അവിടെ കാത്തിരിക്കാൻ ഒരു അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഒത്തിരി ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് ഒരു ജീവിതകാലം മുഴുവൻ ത്യജിച്ച ഒരു പറ്റം ആൾക്കാരാണ് നമ്മുടെയൊക്കെ അമ്മമാർ. അത്തരത്തിലൊരു കഥാപാത്രമാണ് ഈ കഥയിലെ നായകൻ്റെ അമ്മ. ജനിച്ചു വീണ നാളെ തൊട്ട് ആ മകന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ചെയ്തിട്ടും അവസാനം ആ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാണ്ട് പോയ ഒരമ്മ. തൻ്റെ ലൈഫിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള ഉത്തരം ആത്മഹത്യയാണ് എന്ന് വിശ്വസിച്ച ആ മകനാകട്ടെ എത്തിപ്പെടുന്നത് ഡെത്ത് എന്നൊരു ബീയിങ്ങിന് മുൻപിലും. ഒരു ഫാൻറ്റസി ജാൻറയാണ് ഇതിനുശേഷം ഈ കഥയ്ക്കുള്ളത്. എന്നിരുന്നാലും റിയൽ ലൈഫുമായിട്ട് ഈ കഥയെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഈ സീരീസിനെ ഇത്രമാത്രം മനോഹരമാക്കുന്നത്. ഒരു സ്ത്രീയുടെ രൂപത്തിലെത്തുന്ന മരണം എന്ന ക്യാരക്ടർ കഥയിലെ നായകന് 12 മരണങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു. തൻ്റെ മരണം കൊണ്ട് പോലും ഒന്നും അവസാനിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ കഥാനായകൻ മറ്റൊരു വഴിയുമില്ലാതെ തനിക്ക് അനുവദിച്ചിട്ടുള്ള ഓരോ ജീവിതവും ജീവിച്ചു തീർക്കാൻ ശ്രമിക്കുന്നു. കഥയിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാനായകന് 12 ലൈഫും 12 ഡിഫറെൻറ്റ് ക്യാരക്ടറുമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ പോലും മരണം സുനിശ്ചിതമാണ് എന്നതാണ്. ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആദ്യമൊക്കെ കഥാനായകൻ ഒത്തിരി ശ്രമിക്കുമെങ്കിലും ആ ശ്രമങ്ങളൊക്കെ അർത്ഥശൂന്യമാണെന്ന് ഒരു പരിധി കഴിയുമ്പോൾ കഥാനായകൻ മനസ്സിലാക്കുന്നു. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതിരുന്നിട്ട് ജീവിതം തനിക്ക് തന്ന വേദനകളുടെ പുറത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന തനിക്ക് എന്തുകൊണ്ടാണ് ഈ ഗതി വന്നത് എന്ന കഥാനായകൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു മോറൽ. ഗോഡ് കുഡ് നോട്ട് ബി എവ്രിവെയർ ആൻഡ് therefore he made mothers. റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന കഥാകൃത്ത് പണ്ട് പറഞ്ഞു വെച്ച വാക്കുകളാണിത്. ഈ വാക്കുകൾ എത്രമാത്രം സത്യമാണെന്ന് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് ഡെത്ത്സ് ഗെയിം. സോ ഇതുവരെ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. I promise you it's worth it.